വിമൻസ് റിസർവേഷനുമായി ബന്ധപ്പെട്ട യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ 2023 വിമൻസ് റിസർവേഷൻ അമെൻമെൻറ്റ് ആക്ടോടുകൂടി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടോടുകൂടി അത് പാസ്സാക്കി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അമെൻമെൻറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് 2-3 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനെ അട്ടിമറിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 543 സീറ്റുകളിൽ വർധന വരുത്താതെ റിസർവേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ബാക്കി റിസർവേഷൻ ഡീലിമിറ്റേഷൻസും അതുപോലെ തന്നെ ഈ പറയുന്ന സീറ്റുകളുടെ വർധനവ് വരുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന സൗത്ത് ഇന്ത്യയെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഡിസ്പാരിറ്റി വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ റെപ്രസെൻറ്റേഷനിൽ അതിന് തകർച്ച വരുന്നുണ്ട്. കാരണം നമുക്ക് പോപ്പുലേഷൻ കൺട്രോള് വന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ പോപ്പുലേഷൻ കൺട്രോളിനുള്ള തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ തീരുമാനം എടുത്തുകയും അത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തുന്നു, അവർക്ക് പരിഗണന കൊടുക്കുന്നില്ല, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും വലിയൊരു ഡിസ്പാരിറ്റി ഈ രാജ്യത്തുണ്ടാകും. മാത്രമല്ല ഏർബൻ റൂറൽ വ്യത്യാസങ്ങളുണ്ടാകും. വലിയ ഒരു വികസനത്തിൽ പോലും വലിയ ഡിസ്പാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, മറ്റൊരു അജണ്ടയിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു ഫോർമുല കൂട്ടി വേണം ഇത് ചെയ്യുവാൻ എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം. അത് മറ്റൊന്നുമല്ല, പോപ്പുലേഷൻ ഗ്രോത്തിൽ ചില വെയിറ്റേജ്, ഒരു മെട്രിക്സ് എടുത്തുകൊണ്ട്, ചില വെയിറ്റേജ് എടുത്തുകൊണ്ട് ചില പോപ്പുലേഷൻ ഒരു 40% വേണമെങ്കിൽ കൊടുക്കാം. അതുമാത്രമല്ല ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വെച്ചുകൊണ്ട് ഒരു 30% കൊടുക്കാൻ പറ്റും. ബാക്കി ഒരു 30% ഇപ്പോഴത്തെ സ്റ്റേറ്റസ് അനുസരിച്ച് സീറ്റുകൾ എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് വേണം സീറ്റുകൾ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. അതല്ലാതെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്തുകൊണ്ട് ഒരു ഡീലിമിറ്റേഷൻ നടത്തി ഒരു സീറ്റ് വർധന നടത്തിയാൽ തീർച്ചയായും പുരോഗതി ലഭിച്ച ഉള്ള സംസ്ഥാനങ്ങൾ മാറി നിൽക്കേണ്ടി വരും. മാത്രമല്ല പൊളിറ്റിക്കലായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് BJPക്ക് നേട്ടം കൊയ്യുന്ന രീതിയിലേക്ക് ചെന്ന് എത്തിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഡിസ്പാരിറ്റി.